നന്ദു പോയി ട്യൂഷന് പോക്കേ. അതെ പോവാ ട്യൂഷനൊക്കെ ആരാണോ ഉറക്കി വെച്ചേക്കുന്നത്? എനിക്ക് കഴിയത്തൊന്നുമില്ല. ഇത്രയും ടി വി കാണാം. റിപ്പറാ ഇരട്ടക്കുളുങ്ങരയിൽ ന്യൂസിനകത്ത് റിപ്പറാ. എനിക്ക് തോന്നുന്നതാണ് കൂട്ടുകാരെ വിളിച്ച് പറയാം. അവളെ വിളിച്ച് പറയാം. ഹലോ എടി, റിപ്പർ ഇറങ്ങിയിട്ടുണ്ടെന്നടി. റിപ്പറില്ലേ, മറ്റേ കത്തിയൊക്കെ കൊണ്ട് ഹെൽമെറ്റ് ഇട്ട് അടിക്കുന്ന ആള്. ഇന്ന് ട്യൂഷന് വരണം അടി. എനിക്ക് പേടിയാവുന്നു. എന്നാൽ റിപ്പറിനെ ഇന്ന് അടി മേടിക്കുന്നത് നല്ലത് ഇവിടെ വീട്ടിൽ കിടന്ന് നല്ല അക്ഷരം പഠിച്ച് ഉറക്കുന്നതല്ലേ. ഞാൻ എന്താണ് റിപ്പറിനെ പേടിച്ച് ഞാൻ വരുന്നൊന്നുമില്ല. എടി പൊക്കോണെ ഇവിടുന്ന് വിളി. അവളെ പറഞ്ഞു കേട്ടു. സോപ്പ് ബിസ്ക്കറ്റ് എത്ര രൂപയായി? 1000 രൂപ അങ്ങ് അടുത്തുങ്ങുന്നു. എന്തൊരു സാധനങ്ങൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ ഇടയായിട്ട്. സോപ്പ് ബിസ്ക്കറ്റ് ഇതെല്ലാം എടുത്ത് എൻ്റെ റൂമിനകത്ത് കയറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഉടനെ കണ്ടാൽ മതി. ഇപ്പം എല്ലാം എടുത്ത് അങ്ങ് തിന്നുവോളൂ. ഉടനെ റൂമിനകത്ത് കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ വെക്കണം. നോക്കാം, ഇവിടെ ഷെൽഫിനകത്തൊന്നും സ്ഥലമൊന്നും ഇല്ല. റൂമിനകത്ത് കയറ്റി വയ്ക്കാം. അല്ല ഉടനെ അങ്ങ് വന്ന് തീറ്റ തുടങ്ങും അവള്. റൂമിനകത്ത് ഇപ്പം എവിടെ വെക്കും? പോയ അവള്. ഫുഡെല്ലാം മാറ്റി വെച്ച് ഇനി എടുത്ത് മാറ്റി പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുക. ഇനി വരുമ്പോഴത്തേന് ഇപ്പം ക്ലീനാക്കിയ സ്ഥലമൊക്കെ ഇപ്പം കുളമായി കിടക്കുന്നത് കാണാം. അയ്യോ ഭയങ്കര ഒത്തിരി വെള്ളം കൂടി കേട്ടെ. അയ്യോ നടുവൊക്കെ വേദന എടുക്കുന്നു. കറിയും എല്ലാം മാറ്റി വെച്ച് നന്ദു വരുമ്പോഴത്തേന് ഇനി അതെടുത്ത് വിളമ്പി കൊടുത്ത് പാത്രം എല്ലാം ഒരു സൈഡിലേക്ക് ആക്കും. എല്ലാ പാത്രം അടുക്കി. അതാരാടാ ആരാടാ അത്? ആരാ അത്? രാജാവിന്റെ പ്രിയ ചേച്ചിയുടെ വീട്ടിൽ നിനക്ക് കാര്യം. സോറി പ്രിയ അമ്മ, ഇത് അതൊന്നും ഇല്ല. ഉമ്മ ഇവിടെ പൈസ ഇരിയും ഞാൻ പറഞ്ഞ. അമ്മ എന്തിനാ ഈ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? ഞാൻ അവിടെ കിച്ചണിലുണ്ടല്ലോ. അമ്മാന്ന് വിളിച്ചില്ല, ഒരു രസമില്ല. പിന്നെ അമ്മ ഇന്ന് ഞാൻ എങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ണാടിയൊക്കെ വെച്ച ഒരാളെ കണ്ട. കണ്ണാടി വെച്ചവൻ. നീ പഠിപ്പിച്ചെന്ന് എന്തൊക്കെയാ? നാളെ പരീക്ഷ തുടങ്ങുക. ഒന്ന് കണ്ണടച്ചപ്പോഴത്തേനും തിങ്കളാഴ്ച കഴിഞ്ഞമ്മ. പിന്നെ പഠിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളത്തില്ല. എന്നാൽ എനിക്ക് അത്യാവശ്യം അറിയാം. അമ്മൂനേലും എനിക്ക് അത്യാവശ്യം അറിയാം. അമ്മൂനേലും ഉണ്ട് അറിയാം. അവിടെ മിണ്ടാണ്ടിരിക്കാം. അമ്മൂൻ്റെ അത്ര ഒന്നും എനിക്കറിയത്തൊന്നും ഇല്ല. വായിക്കാനും എഴുതാനും അറിയാം. പിന്നെ എന്നാ പ്രശ്നം? അമ്മ കഴിക്കണത് എന്തുവാ? അമ്മ എല്ലാം കഴിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളല്ലോ. വാ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്, വാ വന്ന് കഴിക്ക്. ഓക്കെ അമ്മ. പഠിക്കുന്നോ ഇല്ല, അതെങ്കിലും നേരെ ചൊവ്വ ചെയ്യാൻ നോക്കാം. അങ്ങോട്ട് കഴിക്കാൻ ചെല്ല്. ശരി, എവിടെ ഇരിക്കുന്ന സ്നാക്സ് പറ. അവിടെ ഉണ്ട്, പോയി കഴിക്കേ. ചെല്ല് അങ്ങോട്ട്, ചെല്ലങ്ങോട്ട്. ആരടാ നീ? അമ്മ എന്തോ അടി കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? കിച്ചണിൽ നിൽക്കുമല്ലോ, അപ്പം വീണ തന്നെ ഞാനിപ്പോൾ അവിടുന്ന്. അയ്യോ അമ്മ, ഞാൻ അതിനൊന്നുമല്ല അമ്മ. ഞാൻ പറഞ്ഞ കണ്ണാടി വെച്ച അയാള്. നിനക്കെന്ത് വട്ടാണ്? കണ്ട ആൾക്കാരെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുക. എന്ത് വട്ടാണ് അടി നിനക്ക്? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാമോ? ഞാൻ കണ്ടതാ ജനാലയുടെ അവിടെ. ദൈവമേ, ഈ പെണ്ണിനെന്ത് വട്ടായ? ചെറുക്കനടുത്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. വല്ല ഇവിടെ മറ്റേ ഡെലിവറിക്ക് വന്നതായിരിക്കും. അല്ല അമ്മ, അത് ഡെലിവറിക്ക് വന്നല്ലോ. ഒന്നാമത് ഇവിടെ അമ്മു അച്ഛനൊന്നും ഇല്ല. അമ്മു അച്ഛനും ഇല്ലെന്ന് പറഞ്ഞ് പോയാ പെണ്ണ് എന്തുവാണോ കാണിക്കുന്നത്? ഷോ ബെഡൊക്കെ കാണിച്ചിട്ടൊക്കെ നോക്കിക്കേ. ഞാനും പോയി നോക്കട്ടെ എന്ത് പ്രശ്നം. Close your eyes.